നമ്മൾ ഈ കൊച്ചുകുട്ടികൾ ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പൊതുവെ ഈ മധുരത്തിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ആര് വന്നാലും കുട്ടികൾക്ക് ഒരു മിഠായി കൊണ്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ഐസ്ക്രീം കൊണ്ട് കൊടുക്കും. അതാണ് ബേസിക്കലി നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ അന്നേരം ഞാൻ പറയടാ ഇത് ഇത്രയും മധുരം കഴിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മയോ അല്ലെങ്കിൽ ശ്വേതായാലും പറയും, ആരായാലും പറയും അവൻ കുഞ്ഞല്ലേ അവൻ കഴിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്വേതയോട് പറയും, ശ്വേത നീ അവൻ ഇത്രയും ചോറ് കൊടുക്കല്ലേ, ചോറ് എടുത്തിട്ട് കറിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ പറയും ഇത്രയും ചോറ് അവൻ്റെ കൊടുക്കല്ലേ, നീ ഇപ്പോൾ വേറെ എന്തെങ്കിലും കൊടുത്ത് ചിലപ്പോൾ പോ മനുഷ്യ അവിടെ നിന്ന്, അവൻ കുഞ്ഞല്ലേ. ശരിക്കും ആ ഒരു സിസ്റ്റം മാറണ്ടേ? 100% ഇല്ലേ? 100%. അത് നമുക്കൊക്കെ മാറണം ചേട്ടാ. ഇതിനകത്തൊക്കെ പ്രശ്നം എന്താ പറയുക, പണ്ട് നമ്മളുടെയൊക്കെ കൊച്ചിലെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബേബി ഫുഡ് എന്താണ്? കൂവപ്പൊടിയാണ് അല്ലെങ്കിൽ ഏത്തക്കാപ്പൊടിയാണ് അല്ലേ? ഇന്നത്തെ ബേബി ഫുഡ് ഇറ്റ്സ് സെൽഫ് ഷുഗർ. നമ്മൾ അവിടെ തൊട്ട് തുടങ്ങണം. അതായത് മുലപ്പാൽ കുടിക്കുമ്പോൾ തൊട്ട് നമ്മൾ കൊടുക്കുന്ന സാധനം ഷുഗറാണ്. അവിടെ തൊട്ട് നമ്മളുടെ കുട്ടിയുടെ ആരോഗ്യത്തെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് വരുന്നത്. 100% മാറേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഫിഷ് വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ മോനെ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് ഫിഷിൻ്റെ ഫ്രൈ എടുത്ത് കൊടുക്കും. അപ്പോൾ അവൻ ആ ഫിഷ് ഫ്രൈ മാത്രം ഇരുന്ന് കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ചോറ് മുളമ്പിയിട്ടുണ്ടാവും. ഇവൻ ചിലപ്പോൾ ചോറ് കഴിക്കത്തില്ല. അന്നേരം ഇവിടെ അമ്മ നടന്ന് പാടുണ്ടാകും, അതെന്താ നീ ചോറ് കഴിക്കാത്തേ, നിനക്ക് ചോറ് കഴിച്ചുകൂടെ, ചോറ് കഴിക്കട്ടെ, ചോറ് കഴിക്കുന്നു. ചോറ് എന്തിനാ കഴിക്കുന്നത്? ഫിഷ് കഴിച്ചവന് വയറ് നിറയുന്നില്ലേ? പക്ഷെ നമ്മുടെ കൺസെപ്റ്റാണ് ചോറ് കഴിച്ചാൽ മാത്രമേ വയറ് നിറയുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ്. അതല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഈ ഗ്ലൂക്കോസിന് വേണ്ടി രാവിലെ ഏത്തപ്പഴവും കുറച്ച് കടലയും അങ്ങനെയുള്ള കുറച്ച് ഡയറ്റ് നോക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഈ പ്രശ്നമുണ്ട്. കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ ദോശയൊന്നും കഴിക്കുന്നില്ലേ എന്നുള്ളതാണ്. ദോശ കഴിക്കേണ്ട, ദോശയ്ക്ക് പകരം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചോറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നമ്മളുടെ വികാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിനപ്പുറം അത് വിചാരത്തിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചോറ് എപ്പോഴും കൂടുതലായി കഴിച്ചാൽ മാത്രമാണ് ആരോഗ്യം. അത് തന്നെയല്ലേ, നമുക്ക് വേറെ പ്രശ്നമില്ലേ? നല്ല ബോഡി ഷേപ്പിലുള്ളൊരു കുട്ടിയെ കാണുമ്പോൾ അവനെന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മളുടെ കുട്ടികൾ ഭയങ്കര ചബ്ബിയായിരിക്കണം, നമ്മളുടെ കുട്ടികൾ ഭയങ്കരമായി, അതായത് ഒരു ഓവർ വെയിറ്റ്, ഇങ്ങനെ ഉരുണ്ടുരുണ്ട്. നമുക്ക് ഇതൊക്കെ നമ്മളുടെ പ്രശ്നമാണ്. ഇത് നമ്മളുടെ കേരളത്തിലെ നമ്മളുടെ മൈൻഡിൻ്റെ ഇതാണ്. അതുകൊണ്ട് ഹെൽത്തി ആവുക എന്നുള്ളതാണ്. അവർ ഓവറായിട്ട് ഫുഡ് കഴിക്കുക, ഓവറായിട്ട് ചോറ് കഴിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറം വളരെ കൊച്ചിലെ തൊട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഓവറായിട്ട് പഞ്ചസാര അല്ലെങ്കിൽ മിഠായി കൊടുക്കുന്നതിന് പകരം അവർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കുക. ക്രേവിങ്സ് ഉണ്ടാകും കുട്ടികൾക്ക്. അപ്പോൾ നമുക്കൊരു ഡേറ്റ്സ് കൊടുക്കാൻ പറ്റിയാൽ, അങ്ങനെ കൊച്ചിലെ മുതൽ അതിനൊരു ശീലമാക്കി മാറ്റാൻ പറ്റിയാൽ മാജിക്കൽ റിസൾട്ട് കാണാൻ പറ്റും.